ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ പ്രസൻറ്റേഷനിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് ആണ്. അപ്പോൾ ഓൾറെഡി സ്പോഞ്ചസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും ക്ലാസിഫിക്കേഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ജനറൽ ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോ എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കനാൽ സിസ്റ്റത്തിലോട്ട് കടക്കാൻ. So let's start with the canal system in sponges. Now what do you mean by the canal system in sponges? Now അനിമൽ കിങ്ഡത്തിൽ സ്പോഞ്ചിൽ മാത്രം അല്ലെങ്കിൽ ഫൈലം പോറിഫറയിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യൂണീക്ക് ക്യാരക്ടറിനെയാണ് നമ്മൾ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു പേര് കൂടെ ഉണ്ട്, അക്വിഫറസ് സിസ്റ്റം എന്നോട് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്, കാരണം വെള്ളം കയറി ഇറങ്ങിപ്പോയ സിസ്റ്റം ആയതുകൊണ്ട്. സോ വാട്ട് ഈസ് ദിസ് കനാൽ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് കനാൽ സിസ്റ്റത്തിലുള്ളത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സ്പോഞ്ച് ബോഡിയിൽ യു ക്യാൻ സീ ലോഡ് ഓഫ് പെർഫറേഷൻസ്, അല്ലെ, ഒരുപാട് ഓപ്പണിങ്സ് നമുക്ക് സ്പോഞ്ച് ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഓപ്പണിങ്സിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വെള്ളം കയറുവാണ് ഇറങ്ങി പോകാനായിട്ടാണ് ഈ ഓപ്പണിങ്സ് യൂസ് ചെയ്യുന്നത്. കാരണം ഫൈലം പോറിഫറ എന്ന് പറഞ്ഞാൽ പോർ ബെയറേഴ്സ് എന്നാണ്. സോ ദർ ആർ ലോഡ്സ് ഓഫ് പെർഫറേഷൻസ് ഓൺ ദർ ബോഡി ആൻഡ് ത്രൂ ദീസ് സം ഓഫ് ദി പെർഫറേഷൻസ് വാട്ടർ ഗെറ്റ്സ് ഇൻസൈഡ് ദ സ്പോഞ്ച് ബോഡി. ചില പെർഫറേഷനിലൂടെ വാട്ടർ എന്താണ് ചെയ്യുന്നത്? പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? വെള്ളം ഒരു പെർഫറേഷനിലൂടെ കയറിക്കഴിഞ്ഞാൽ ഇറ്റ് ഫ്ലോസ് ത്രൂ സർട്ടൺ സ്പേസസ് അല്ലെങ്കിൽ ചാനൽസ് വിച്ച് ഇസ് സീൻ ഇൻസൈഡ് ദ സ്പോഞ്ച് ബോഡി ആൻഡ് ഇറ്റ് മൂവ്സ് ഔട്ട്. സോ ദ പെർഫറേഷൻസ് ത്രൂ വിച്ച് ദ വാട്ടർ എൻറ്റേഴ്സ്, ദ സ്പേസസ് ത്രൂ വിച്ച് ദ വാട്ടർ ഫ്ലോസ് ആൻഡ് ദ പെർഫറേഷൻ ത്രൂ വിച്ച് ദ വാട്ടർ മൂവ്സ് ഔട്ട് അല്ലെങ്കിൽ എഗ്രസ് ഫ്രം ദ സ്പോഞ്ച് ബോഡി ാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദീസ് ആർ ദ കമ്പോണൻസ് ഓഫ് ദി കനാൽ സിസ്റ്റം ഓഫ് സ്പോഞ്ച് ബോഡി. Now what are the functions of the canal system? Now you all know that adult sponges sessile organism ആണ്, ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓർഗാനിസം ആണ്. They don't have any organs to help them capture the food materials, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ബോഡീസിനെ റിലീസ് ചെയ്യാനൊന്നും അവർക്കൊരു സ്ട്രക്ചറൽ ഹെൽപ്പോ ഒന്നും ഇല്ല. അപ്പം അങ്ങനത്തെ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി ഇല്ലാത്തൊരു ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ all the exchanges between the sponge body and the external medium is actually carried out by the water canal system. അപ്പോൾ ഫുഡ് ഇസ് ബ്രോട്ട് ഇൻ, അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഫുഡിനെയാണ് ഇവർ ഫിൽറ്റർ ചെയ്ത് കഴിക്കുന്നത്. ദ സ്പോഞ്ചിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റിനൊക്കെ അവർ ഈ വെള്ളത്തിലൂടെ ആണ് അവർ കളയുന്നത്. ദ റീപ്രൊഡക്റ്റീവ് ബോഡീസ് ഓഫ് ദി സ്പോഞ്ച് ഇസ് ഓൾസോ റിലീസ് ടു ദി സീ വാട്ടർ ത്രൂ ദിസ് വാട്ടർ കനാൽ സിസ്റ്റം. ഞാൻ പറഞ്ഞല്ലോ 3 കമ്പോണൻ്റ് ആണ് കനാൽ സിസ്റ്റം ഉള്ളത്. പെർഫറേഷൻസ് ത്രൂ വിച്ച് ദി വാട്ടർ ഇൻഗ്രസ് അല്ലെങ്കിൽ കയറുന്ന openings, the spaces through which the water moves or flows, that is seen inside the sponge body, and the perforations through which the water moves out of the sponge body. അതിൻ്റെ അകത്ത് the channels through which the water flows inside the sponge body പല അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ടൈപ്പിൽ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇത് സിമ്പിൾ അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ കുറേ ചാനൽസ് എക്സ്ട്രാ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു പൗച്ച് ലൈക്ക് അല്ലെങ്കിൽ ചേംബർ ലൈക്ക് അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റും, അല്ലേ? സോ ബേസ്ഡ് ഓൺ ദീസ് കോംപ്ലക്സിറ്റി ഓഫ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇന്റേണൽ ചാനൽസ് വി ക്യാൻ സീ ദർ ആർ 3 ടൈപ്സ് ഓഫ് കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ച് ബോഡി. ഏതൊക്കെയാണ്? വൺ ഇസ് നോൺ ആസ് ദി ആസ്കനോയിഡ് ടൈപ്പ്, ദി അതർ വൺ ഇസ് നോൺ ആസ് ദി സൈക്കനോയിഡ് ടൈപ്പ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് നോൺ ആസ് ദി ല്യൂക്കനോയിഡ് ടൈപ്പ്. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് കനാൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ സ്പോഞ്ചിൻ്റെ കനാൽ സിസ്റ്റം എസ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 3 ടൈപ്സ് ഓഫ് കനാൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട്. സോ നമുക്ക് ആദ്യം ആസ്കൻ ടൈപ്പ് അല്ലെങ്കിൽ ആസ്കനോയിഡ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. ഈ പടത്തിൽ കാണുന്നതാണ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ആസ്കനോയിഡ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം. ഇറ്റ് ഈസ് എ മോസ്റ്റ് സിമ്പിൾ ആൻഡ് ദി പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം. ഓക്കെ, ഇത് മെയിൻലി നമ്മൾ കാണുന്നത് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കാൽക്കേരിയയിൽ മാത്രമാണ് നമ്മൾ ആസ്കനോയിഡ് ടൈപ്പ് ഓഫ് കനാൽ സിസ്റ്റം കാണുന്നത്. കാൽക്കേരിയിലുള്ള ഓർഗാനിസത്തിനൊക്കെ ഒരു റേഡിയൽ സിമെട്രിയാണ് നമ്മൾ പറയുന്നത്. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ് ഓഫ് വാൾ ഷേപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ദ ബോഡി വാൾ ഇസ് വെരി തിൻ ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ദർ ആർ പെർഫറേഷൻസ് ഇൻ ദ ബോഡി വാൾ ത്രൂ വിച്ച് ദ വാട്ടർ ഗെറ്റ് ഇൻസൈഡ് ദ സ്പോഞ്ച് ബോഡി. And those perforations through which the water get inside the sponge body is known as dermal ostia അല്ലെങ്കിൽ incurrent pore നമ്മൾ വിളിക്കും. So the perforations through which the water
get inside the sponge body is known as dermal ostia or incurrent pore. Now, in the ascenoid type of canal system, this incurrent pores are intracellular. അതായത് സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഓപ്പണിംഗ് ആണ്. അത് ഏത് സെല്ലിൻ്റെ ഉള്ളിലാണ്? നമ്മൾ സ്പോഞ്ച് അനാറ്റമി നേരത്തെ ഡീൽ ചെയ്ത് പറഞ്ഞായിരുന്നു. പിനാക്കോഡേമിൽ പിനാക്കോസൈറ്റിൻ്റെ കൂടെ വേറൊരു സെല്ലും കൂടി ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ദി പോറോസൈറ്റ്. പോറോസൈറ്റിന് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ദേഴ്സ് ഒരു ഉള്ളിൽ ഓരോ പോറോസൈറ്റിൻ്റെ ഉള്ളിലും ദേഴ്സ് എ ഓപ്പണിംഗ്. അപ്പോൾ ഈ ഓപ്പണിങ്സ് ആണ് ആസ്കനോഡ് ടൈപ്പിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഡേർമൽ ഓസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ പോറോസൈറ്റ് അല്ലെങ്കിൽ ഈ പോറോസൈറ്റിലെ ഈ ഓപ്പണിങ്സ് ഡയറക്റ്റായിട്ട് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത് സ്പോഞ്ചോസീലോട്ടാണ്. സോ നൗ വാട്ട് ഇസ് സ്പോഞ്ചോസീൽ? സ്പോഞ്ചോസീൽ ഇസ് എ സിംഗിൾ ലാർജ് cavity which is seen inside the sponge body, and the spongocoel, as you can see, is lined by choanocyte. Flagellated choanocyte in line ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ കൊയാനോസൈറ്റ്സ് എന്ത് ചെയ്യും? ഫുഡ് ക്യാപ്ചർ ചെയ്യുകയും ഒക്കെ ചെയ്യും. ആൻഡ് വൺസ് ഈ സ്പോഞ്ചോസീൽ കടന്നു കഴിഞ്ഞാൽ വെള്ളം ഏതിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്? ഇറ്റ് ഗോസ് ഔട്ട് ടു എ സിംഗിൾ ഓപ്പണിംഗ്. ഒരൊറ്റ ഓപ്പണിങ്ങിലൂടെ മാത്രമേ വെള്ളത്തിന് പുറത്തോട്ട് പോകാൻ പറ്റൂ. ആൻഡ് ദാറ്റ് ഓപ്പണിംഗ് ഇസ് നോൺ ആസ് osculum, which is seen at the free end or distal end of the organism. Okay. Now, അപ്പോൾ എങ്ങനെയാണ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ആസ്കനോയിഡ് ടൈപ്പ് എന്ന് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇത്രയും മാത്രമേ ആസ്കനോയിഡ് ടൈപ്പിലെ കമ്പോണൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആസ്കനോയിഡ് ടൈപ്പിൽ? വാട്ട് യു ക്യാൻ സീ ഈസ് ദാറ്റ് now you can see that water enter the sponge body through the ഓസ്റ്റിയ അല്ലെങ്കിൽ ഈ പറയുന്ന ഡേർമൽ ഓസ്റ്റിയ ഇൻകറന്റ് പോർ. ഇറ്റ് ഫ്ലോസ് ത്രൂ ദി സ്പോഞ്ചോസീൽ ആൻഡ് ഇറ്റ് മൂവ്സ് ഔട്ട് ത്രൂ ദി ഓസ്കുലം. ആൻഡ് എന്താണ് ഈ വാട്ടർ മൂവ്മെന്റിനെ സഹായിക്കുന്നത്? വാട്ടർ മൂവ്മെന്റ് ഇസ് മെയിൻറ്റെയിൻ ബൈ ദി ബീറ്റിംഗ് ഓഫ് ദി ഫ്ലജല്ല. കൊയാനോസൈഡിലെ ഫ്ലജല്ലയിൽ ആ ഫ്ലജല്ലയുടെ ബീറ്റിംഗ് ആണ് ഈ വാട്ടർ കറണ്ട് നടത്തുന്നത്, അല്ലെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ആസ്കനോയിഡ് ടൈപ്പ് എന്ന് പറയുന്നത്. Now next we can see what is cycloid type of canal system. Cycloid type of canal system.